കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. കൊങ്ങോർപ്പള്ളി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന് കീഴിലെ 2 ഏക്കർ വയലിൽ അബ്ദുൾ ജബ്ബാറാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കളമശ്ശേരി മണ്ഡലത്തിൽ വലിയ കാർഷിക മുന്നേറ്റം സാധ്യമാക്കുന്നതിനായാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിക്ക് തുടക്കമിട്ടത്. പദ്ധതിയുടെ ഭാഗമായാണ് കൊങ്ങോർപ്പള്ളി ഫാമേഴ്സ് സഹകരണ ബാങ്കിന് കീഴിലെ വയലിൽ പഴം പച്ചക്കറി ഇനത്തിൽ അബ്ദുൾ ജബ്ബാർ 2 ഏക്കറോളം തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കൃഷിയുടെ വിളവെടുപ്പ് എഴുവിച്ചിറയിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇവിടെ ജബ്ബാർ നേരത്തെ തന്നെ മോൻ ചേർത്തുകൊണ്ട് ഇവര് നേരത്തെ തന്നെ തണ്ണിമത്തൻ നന്നായി ഉത്പാദനം തുടങ്ങി. കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വിളവെടുപ്പിന്. ഇത്തവണയും നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് ഈ ജബ്ബാറിനെയും അതുപോലെ തന്നെ മറ്റെല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ കർഷക സംഘടനയും സഹായിച്ചവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിനാവശ്യമായ പിന്തുണ അപ്പോൾ ആ ബാങ്കിനെയും ഗ്രൂപ്പിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആവശ്യമായ പിന്തുണ എല്ലാം നൽകിയിട്ടുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പിന്നെ വിജയന്റെ നേതൃത്വത്തിലുള്ള കൃഷിക്കൊപ്പം എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ വിപണനം നടക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ചടങ്ങിൽ കൊങ്ങോർപ്പള്ളി ഫാമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR ഹേമന്ത്, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM മനാഫ്, സുരേഷ് മുട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് ലതാ പുരുഷൻ, മുപ്പത്തിടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM ശശി, നീറിക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK ബാബു, ആലങ്ങാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PJ ഡേവിസ്, കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് TK ഷാജഹാൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PN രാജു, കൃഷി ഓഫീസർ രേഷ്മ ഫ്രാൻസിസ്, കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ MP വിജയൻ, കൊങ്ങോർപ്പള്ളി ഫാമേഴ്സ് ബാങ്ക് MD ഇൻചാർജ് മഞ്ജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ജയകൃഷ്ണൻ, വിൻസെന്റ് കാരിക്കാശ്ശേരി, സുനി സജീവൻ, പഞ്ചായത്ത് മെമ്പർമാരായ മിനി ബാബു, നിറ്റ സാബു, ബിൻസി സുനിൽ, തസ്നി സിറാജുദ്ദീൻ, ഷാര പ്രവീൺ, കൊങ്ങോർപ്പള്ളി സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹമീദ് ഷാ, കൃഷിക്കൊപ്പം കളമശ്ശേരി സമിതി അംഗം ശ്രീകുമാർ ആത്മ, BT MTN നിഷിൻ, കർഷക പ്രതിനിധികളായ അപ്പു മുരളീധരൻ, ജബ്ബാർ, മോഹനൻ, വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തണ്ണിമത്തൻ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ വരുന്ന ഒരു സാധനം ഒരു 7 ദിവസം 8 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ നമ്മുടെ ഈ പോലും കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലായിരിക്കും. അതുമാത്രമല്ല നമുക്ക് ആ മധുരം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാനും പറ്റും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ തണ്ണിമത്തൻ കൃഷി പ്രത്യേകിച്ചും ഈ കിരൺ വളരെ നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ആ കഴിച്ചുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് അല്ലെങ്കിൽ നാടനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.